പാതിവില തട്ടിപ്പ് കേസിൽ ബി.ജെ.പി. നേതാവ് എൻ രാധാകൃഷ്ണൻ ക്രൈംബ്രാഞ്ചിന് മുമ്പാകെ ഹാജരാകാതെ മടങ്ങി. മാധ്യമങ്ങളെ കണ്ടതോടെയാണ് ക്രൈംബ്രാഞ്ച് ഓഫീസിൽ കയറാതെ എൻ രാധാകൃഷ്ണൻ മടങ്ങിയത്. ഉമേഷ് ആണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനുള്ളത്. ഉമേഷ്, എൻ രാധാകൃഷ്ണനോട് ഇന്ന് ഹാജരാകാൻ ക്രൈംബ്രാഞ്ച് നിർദ്ദേശിച്ചതായിരുന്നു. എന്തുകൊണ്ടാണ് കാരണം പറയാതെയുള്ള ഈ മടക്കം? ഒറ്റ കാരണമേ ഉള്ളൂ. മാധ്യമങ്ങളെ ഈ ക്രൈംബ്രാഞ്ച് ഓഫീസിന് മുന്നിൽ കണ്ടു എന്നുള്ളതാണ് കാരണമായി നമ്മൾ കണക്കാക്കുന്നത്. കാരണം അദ്ദേഹം ഇന്ന് ഹാജരാകാൻ വേണ്ടി ഈ ക്രൈംബ്രാഞ്ച് ഓഫീസിന് മുന്നിൽ വരെ, ഞാൻ നിൽക്കുന്നത് ഈ ക്രൈംബ്രാഞ്ച് ഓഫീസിൻ്റെ പുറത്താണ്, ഈ ക്രൈംബ്രാഞ്ച് ഓഫീസിൻ്റെ ഗേറ്റാണ് ഇവിടം വരെ എൻ രാധാകൃഷ്ണൻ്റെ വാഹനം വന്നു. അതുകൊണ്ട് നമ്മളെ കണ്ട ഉടൻ, അകത്ത് നമ്മളെല്ലാവരും നിൽക്കുന്നത് കണ്ട ഉടൻ അദ്ദേഹത്തിൻ്റെ വാഹനം നേരെ അകത്തേക്ക് കയറാതെ പോവുകയായിരുന്നു. ഈ വാതിൽക്കൽ വരെ എത്തിയതാണ് എന്നുള്ളതാണ്. ഇവിടെ എത്തിയപ്പോൾ വാഹനം അല്പം പതിയെയാക്കി. അതിനുശേഷം അകത്തേക്ക് നോക്കിയപ്പോൾ മാധ്യമങ്ങളെല്ലാവരും നിൽക്കുന്നത് കണ്ടു. ഉടൻ തന്നെ ഇവിടെ നിർത്താതെ നേരെ അദ്ദേഹം പോവുകയായിരുന്നു. ഇനി അദ്ദേഹം തിരിച്ചു വരുമോ, മറ്റെന്തെങ്കിലും കാരണം ക്രൈംബ്രാഞ്ചിനോട് പറയുമോ, തീയതി മാറ്റി നൽകാൻ ആവശ്യപ്പെടുമോ തുടങ്ങിയ കാര്യങ്ങളൊന്നും ഒരു വ്യക്തതയില്ല. ഏതായാലും ഇന്ന് എൻ രാധാകൃഷ്ണനോട് ഹാജരാകാൻ ക്രൈംബ്രാഞ്ച് നിർദ്ദേശിച്ച ദിവസമാണ്. ക്രൈംബ്രാഞ്ച് SP, ഈ അന്വേഷണത്തിന് മേൽനോട്ടം നൽകുന്ന ഇതിൻ്റെ ചുമതലയിലുള്ള ക്രൈംബ്രാഞ്ച് SP സോജൻ അടക്കമുള്ളവർ ഇവിടെ ഉണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇന്നത്തെ ദിവസം ഹാജരാകാൻ വേണ്ടി രാധാകൃഷ്ണന് നിർദ്ദേശം നൽകിയിരുന്നത്. പക്ഷേ അദ്ദേഹം നോട്ടീസ് പ്രകാരം ഇവിടം വരെ എത്തി, പക്ഷേ ഹാജരായില്ല. കാരണം മാധ്യമങ്ങളെ കണ്ടതോടെ അദ്ദേഹത്തിൻ്റെ വാഹനം അദ്ദേഹം നിർത്താതെ ഇവിടെ നിന്ന് പോവുകയായിരുന്നു. ഇന്ന് അദ്ദേഹം ഹാജരായില്ല എന്നുള്ളതാണ് ഇതുവരെയുള്ള വിവരം. ഇനി അദ്ദേഹം വരുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, അദ്ദേഹം ചെയർമാനായ സയൻസ് സൊസൈറ്റി, എടപ്പള്ളിയിലുള്ള സയൻസ് സൊസൈറ്റി, അതെ ഉമേഷ്, അനന്തകൃഷ്ണന്റെ മുഖ്യപ്രതിയായ അനന്തകൃഷ്ണന്റെ 3 സ്ഥാപനങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് എൻ രാധാകൃഷ്ണന്റെ സൈൻ എന്ന സംഘടന 42 കോടി രൂപ കൈമാറിയിട്ടുണ്ട് എന്നുള്ളതിന്റെ രേഖകൾ അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നതാണ്. അനന്തകൃഷ്ണൻ എൻ രാധാകൃഷ്ണനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു എന്ന മൊഴിയുമുണ്ട്. സ്വാഭാവികമായും ഈ കേസിന്റെ അന്വേഷണം മുന്നോട്ട് പോകേണ്ടതുണ്ടെങ്കിൽ എൻ രാധാകൃഷ്ണനെ ചോദ്യം ചെയ്യുക, വിവരങ്ങൾ തേടുക എന്നത് നിർണായകമായ സംഗതി തന്നെയാണ് എന്നതാണല്ലോ. തീർച്ചയായും അങ്ങനെയാണ്. കാരണം ഇതുമായി ബന്ധപ്പെട്ട് ഓരോരുത്തരെയായി ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്തു വരികയാണ്, ഓരോരുത്തരിൽ നിന്നായി വിവരങ്ങൾ ശേഖരിച്ചു വരികയാണ്. നേരത്തെ അറസ്റ്റിലായ അനന്തകൃഷ്ണനെ പലതവണ ചോദ്യം ചെയ്തതിൽ നിന്നാണ് എൻ രാധാകൃഷ്ണൻ അടക്കമുള്ളവരുമായുള്ള ബന്ധം കൂടുതൽ വ്യക്തമാകുന്നത്. നേരത്തെയും അക്കാര്യം അറിവായിരുന്നു. രാധാകൃഷ്ണൻ പതിവായി അനന്തകൃഷ്ണനെ കാണാൻ വേണ്ടി അനന്തകൃഷ്ണൻ്റെ ഓഫീസിൽ വരാറുണ്ടായിരുന്നു എന്ന് അനന്തകൃഷ്ണന് മൊഴി നൽകിയിട്ടുണ്ടൊപ്പം ചില ജീവനക്കാരും അത്തരത്തിൽ തന്നെ മൊഴി നൽകിയിട്ടുമുണ്ട്. അത് ഈ കേസ് ഇതിൻ്റെ തുടക്കത്തിൽ ഈ സയൻസ് സൊസൈറ്റിയുമായി നടത്തിയ ഇടപാടുകളുമായി ബന്ധപ്പെട്ട് തന്നെയാണ് കൂടിക്കാഴ്ച നടത്തിയിരുന്നത് എന്ന് നേരത്തെ അനന്തകൃഷ്ണൻ വ്യക്തമാക്കിയിരുന്നതാണ്. പല ഇടപാടുകൾ സംബന്ധിച്ചും അവ്യക്തതയുണ്ടായിരുന്നു, പലതിലും ദുരൂഹത നിലനിൽക്കുന്നുണ്ട്, കൃത്യമായ കണക്ക് അതിലൊരു വ്യക്തത വരാത്ത സാഹചര്യം ഒക്കെ ഉണ്ട്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് ഈ അനന്തകൃഷ്ണൻ നിലവിൽ അറസ്റ്റിലാണ്. ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്നൊക്കെ ഈ സയൻസ് സൊസൈറ്റി വഴി പണം കൈമാറിയിരുന്നു എന്ന കാര്യമൊക്കെ അനന്തകൃഷ്ണന് മൊഴിയായി നൽകിയിട്ടുള്ളതാണ്. ഇത് വലിയ ഒരു കേസായി വരുന്നു എന്ന് കണ്ട സാഹചര്യത്തിൽ രാധാകൃഷ്ണൻ ഈ പണം വാങ്ങിയവരിൽ നിന്ന് തിരിച്ചു കൊടുത്ത് തടിയൂരാനുള്ള ശ്രമമൊക്കെ നേരത്തെ നടത്തിയിരുന്നത് നമ്മൾ കണ്ടതാണ്. ഇപ്പോഴും നിരവധി പേർക്ക് ഈ പണം വാങ്ങിയ ശേഷം പണമോ അല്ലെങ്കിൽ വാഹനമോ ലഭിക്കാത്ത സാഹചര്യം ഇപ്പോഴും നിലവിലുണ്ട്. പലയിടത്തു നിന്നും ഇത്തരത്തിൽ വലിയ സ്ഥാപനങ്ങളിൽ നിന്നും CSR ഫണ്ട് ശേഖരിച്ച് ആ ഫണ്ട് വിലയ്ക്ക് വാഹനം നൽകാം എന്നുള്ളതായിരുന്നു ഇവരോടൊക്കെ പറഞ്ഞ് വിശ്വസിച്ചിരുന്നത്. പക്ഷേ പല സ്ഥാപനങ്ങളിൽ നിന്നും വിചാരിച്ചതുപോലെ CSR ഫണ്ട് ലഭ്യമായിരുന്നില്ല. അതിന് പിന്നിൽ വലിയ തട്ടിപ്പുണ്ട് എന്ന് തിരിച്ചറിഞ്ഞു. അങ്ങനെ അനന്തകൃഷ്ണൻ്റെ അറസ്റ്റ് നടക്കുന്നു. അനന്തകൃഷ്ണനെ ചോദ്യം ചെയ്തതിൽ നിന്ന് ഈ അനന്തകൃഷ്ണൻ രൂപീകരിച്ച വിവിധ സൊസൈറ്റികൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുന്നു. ഒപ്പം ഇതുമായി സഹകരിച്ച മറ്റ് സ്ഥാപനങ്ങൾ, എൻ രാധാകൃഷ്ണൻ അടക്കമുള്ള ഈ ചെയർമാനായ സയൻസ് സൊസൈറ്റി പോലുള്ള മറ്റ് സ്ഥാപനങ്ങൾ ഏതൊക്കെയാണെന്ന് ക്രൈംബ്രാഞ്ച് വിശദമായ അന്വേഷണത്തിൽ കണ്ടെത്തുന്നു. ആ സ്ഥാപനങ്ങളുമായി നടത്തിയ ഇടപാടുകൾ അത് എത്ര തുകയുടെയാണ് എന്നൊക്കെ കണ്ടെത്തുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സയൻസ് സൊസൈറ്റിയുടെ ചെയർമാനായ എൻ രാധാകൃഷ്ണനിലേക്കും ക്രൈംബ്രാഞ്ച് എത്തുന്നത്. ഈ കാര്യത്തിൽ ഒട്ടേറെ അവ്യക്തതകൾ നിലനിൽക്കുന്നുണ്ട്. അത് എൻ രാധാകൃഷ്ണൻ തന്നെയാണ് അതിലൊരു വ്യക്തത വരുത്തേണ്ടത്. അതിന് അദ്ദേഹത്തെ ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണ് എന്ന് ക്രൈംബ്രാഞ്ച് ഉറപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ്. അതെ ഉമേഷ്, ആനന്ദകുമാറിന്, KN ആനന്ദകുമാറിന്, നാഷണൽ എൻജിഒസ് കോൺഫെഡറേഷൻ ചെയർമാൻ ആനന്ദകുമാറിന് ഈ കേസിലുള്ള പങ്കിനെ കുറിച്ച്, അദ്ദേഹം മുഖ്യപ്രതിയാകുന്നതിനെ കുറിച്ചുള്ള വിവരങ്ങളിലേക്കൊക്കെ അന്വേഷണ സംഘം ക്രൈംബ്രാഞ്ച് എത്തിയിരുന്നു. ഈ കേസിൽ കോൺഗ്രസിനും BJP അംഗങ്ങൾക്കുമുള്ള
പരിധി കവിഞ്ഞ ഇടപെടലുകൾ എന്തൊക്കെയാണ് എന്നതുള്ള ചർച്ചകൾ കഴിഞ്ഞ മാസങ്ങളിൽ തന്നെ നടന്നതുമാണ്. ലാലി വിൽസന്റെ ഇടുക്കിയിൽ നിന്നുള്ള കോൺഗ്രസ് നേതാവ് ഷീബ എന്നിവരൊപ്പം BJP കൂടി അതിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നതാണ്. AN രാധാകൃഷ്ണൻ ഈ 42 കോടി സൈൻ സംഘടന വഴി കൈമാറിയിട്ടുണ്ട് എന്നത്. സ്വാഭാവികമായും ഈ 42 കോടി രൂപ എന്തിനാണ് കൊടുത്തത് എന്നത് രാധാകൃഷ്ണൻ വിശദീകരിച്ചേ മതിയാകൂ എന്നതാണല്ലോ. അപ്പോൾ ഇനിയുള്ള രാധാകൃഷ്ണൻ നീക്കം എന്താകാം? കാരണം സാധാരണ നടപടിക്രമം അനുസരിച്ച് ഇന്ന് ചോദ്യം ചെയ്യലിന് മൊഴി നൽകാൻ വിളിപ്പിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് നോട്ടീസ് കൊടുത്ത് ക്രൈംബ്രാഞ്ച് വിളിച്ചതാണ് എങ്കിൽ ഇനി രാധാകൃഷ്ണന് എന്ത് നടപടി സ്വീകരിച്ചാലാണ്? ഇന്ന് തന്നെ ഹാജരാവേണ്ടതുണ്ട്, അതല്ലെങ്കിൽ മറ്റെന്ത് നീക്കം നടത്തിയേക്കാം? രാധാകൃഷ്ണനെ സംബന്ധിച്ച് ക്രൈംബ്രാഞ്ചിന് മുന്നിൽ ഹാജരായേ മതിയാകൂ. കാരണം അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് രാധാകൃഷ്ണനെ ചോദ്യം ചെയ്യൽ അനിവാര്യമാണ് എന്ന് ക്രൈംബ്രാഞ്ച് നേരത്തെ തന്നെ തീരുമാനിച്ചതാണ്. അതുകൊണ്ട് തന്നെയാണ് രാധാകൃഷ്ണനോട് ഇന്നേ ദിവസം ഹാജരാകാൻ വേണ്ടി നിർദ്ദേശിച്ചത്. രാധാകൃഷ്ണൻ ഹാജരാകാൻ തയ്യാറായിരുന്നു. അതിൻ്റെ തെളിവാണ് ഇവിടം വരെ എത്തിയത്. പക്ഷേ മാധ്യമങ്ങളെ കൊണ്ടതോടെ അദ്ദേഹം മുങ്ങി. ഒരുപക്ഷെ മാധ്യമങ്ങളോട് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കാനുള്ള ബുദ്ധിമുട്ട് അദ്ദേഹത്തിന് ഉണ്ടായിരിക്കാം. കൃത്യമായ മറുപടി പറയാൻ കഴിയാത്ത സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നിരിക്കാം. അതുകൊണ്ടായിരിക്കാം അദ്ദേഹം ഇവിടെ എത്തിയ ഉടൻ തന്നെ അകത്ത് കയറാതെ മാധ്യമങ്ങളെ കണ്ടതോടെ ഇവിടെ നിന്ന് പോയത്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം എന്ന് കണക്കാക്കുന്നു. പക്ഷേ അന്വേഷണത്തെ സംബന്ധിച്ച് രാധാകൃഷ്ണനെ ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണ്. അത് ഇന്നുണ്ടായില്ലെങ്കിൽ മറ്റൊരു ദിവസം രാധാകൃഷ്ണൻ നിർബന്ധമായും ഹാജരാകേണ്ടി വരും. പക്ഷേ രാധാകൃഷ്ണന് കൃത്യമായ കാരണം ക്രൈംബ്രാഞ്ചിനെ ബോധിപ്പിക്കേണ്ടി വരും എന്നുള്ളതാണ്. എന്തുകൊണ്ട് ഹാജരായില്ല, ഈ ഗേറ്റ് വരെ എത്തി എന്തുകൊണ്ട് ഇവിടെ നിന്ന് മടങ്ങി എന്നതിന് കൃത്യമായൊരു കാരണം ഒരുപക്ഷെ രാധാകൃഷ്ണന് ക്രൈംബ്രാഞ്ചിനെ ബോധിപ്പിക്കേണ്ടി വരും. മാധ്യമങ്ങളുള്ളതുകൊണ്ട് ഇവിടെ നിന്ന് പോകുന്നു എന്നൊരു മതിയായ കാരണം ആയി ക്രൈംബ്രാഞ്ച് കണക്കാക്കുമെന്ന് തോന്നുന്നില്ല. പക്ഷേ കൃത്യമായ കാരണം ക്രൈംബ്രാഞ്ചിനെ ബോധിപ്പിക്കണം. അത് ക്രൈംബ്രാഞ്ചിനും കൂടി തൃപ്തി വരുന്ന ഒരു കാരണമാണെങ്കിൽ ഒരുപക്ഷെ മറ്റൊരു തീയതിയിലേക്ക് മാറ്റി നൽകാം. പക്ഷേ അതല്ല, ഒരു പക്ഷേ ഇന്ന് തന്നെ ഇനി അദ്ദേഹം മറ്റേതെങ്കിലും സമയത്ത് വരുമോ എന്നുള്ളതും ഒരു വ്യക്തതയില്ല. എന്തായാലും അന്വേഷണം മുന്നോട്ട് പോകണമെങ്കിൽ രാധാകൃഷ്ണനെ ചോദ്യം ചെയ്യണമെന്നുള്ളത് ഉറപ്പാണ്. ഇന്നല്ലെങ്കിൽ മറ്റൊരു ദിവസം എന്തായാലും രാധാകൃഷ്ണന് ഈ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് വരേണ്ടി വരും. കാരണം ഇതിലെ രാഷ്ട്രീയ നേതാക്കളുടെ പങ്ക് സംബന്ധിച്ചൊക്കെ നേരത്തെ ചർച്ചയായതാണ്, വാർത്തയായതാണ്, ഒട്ടേറെ വിവരങ്ങൾ പുറത്തു വന്നതാണ്. കഴിഞ്ഞ ദിവസം തന്നെ കോൺഗ്രസ് നേതാവ് ലാലി വിൻസെൻറ്റിനെ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരുന്നു. ലാലി വിൻസെൻ്റ് ഈ കേസിൽ കണ്ണൂരിൽ രജിസ്റ്റർ ചെയ്തൊരു കേസിൽ പ്രതി കൂടിയാണ് ലാലി വിൻസെൻ്റ്. ആ പശ്ചാത്തലത്തിൽ ഈ വിവിധ സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്ത കേസുകളെല്ലാം ഇപ്പോൾ ക്രൈംബ്രാഞ്ചിൻ്റെ പ്രത്യേക സംഘമാണ് അന്വേഷിക്കുന്നത്. ആ അന്വേഷണത്തിൻ്റെ ഭാഗമായി ഓരോരുത്തരെ ചോദ്യം ചെയ്തു വരികയാണ്. ഇതിനു മുൻപ് ലാലി വിൻസെൻറ്റിനെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്ത് കഴിഞ്ഞതാണ്. ഇനിയിപ്പോൾ AN രാധാകൃഷ്ണനെയാണ് ചോദ്യം ചെയ്യേണ്ടത്. അത് ഇന്ന് നടത്താനാണ് ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചത്. പക്ഷേ രാധാകൃഷ്ണൻ ഇവിടെ എത്തി മാധ്യമങ്ങളെ കണ്ടതോടെ ഇവിടെ നിന്ന് മടങ്ങി. അതുകൊണ്ട് എന്തായാലും രാധാകൃഷ്ണൻ ഒരു ദിവസം ചോദ്യം ചെയ്യലിന് ഹാജരാകേണ്ടി വരും. അത് ഇന്ന് അല്ലെങ്കിൽ എപ്പോൾ എന്നുള്ളത് മാത്രമാണ് ഇനി അവശേഷിക്കുന്ന ചോദ്യം. യെസ്, അനന്തു കൃഷ്ണന് 3 സ്ഥാപനങ്ങളുടെ അക്കൗണ്ടിലേക്ക് 42 കോടി രൂപ കൈമാറ്റം ചെയ്തതാണ് AN രാധാകൃഷ്ണൻ എന്നതിൻ്റെ തെളിവുകൾ ക്രൈംബ്രാഞ്ചിന് ലഭിച്ചതാണ്. ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകേണ്ടതായിരുന്നു. പക്ഷേ മാധ്യമങ്ങളെ കണ്ടതോടുകൂടി ഗേറ്റ് കടക്കാതെ AN രാധാകൃഷ്ണൻ മടങ്ങിയിരിക്കുന്നു. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് എത്തേണ്ടതുണ്ട്. സ്വാഭാവികമായും ക്രൈംബ്രാഞ്ച് അടുത്ത നീക്കം എന്താണ് എന്നത് അറിയേണ്ടതുണ്ട്. AN രാധാകൃഷ്ണൻ ഇന്ന് ഹാജരാകുമോ അതോ വീണ്ടും ഹാജരാകാനുള്ള ഡേറ്റ് നീട്ടി ആവശ്യപ്പെടുമോ എന്നതൊക്കെയാണ് ഇനി അറിയേണ്ടത്. ഉമേഷാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.